ഗ്രാൻഡ് ഫിനാലെ തിരുവോണ ദിനത്തിൽ നമ്മുടെ ജഡ്ജസിനെ എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ MG അങ്കിളിനെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് ഒരു കുഞ്ഞു മോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആമിക്കുട്ടിയാണ്, ആമി എന്നാണ് പേര്. നമുക്ക് വിളിക്കാം. ആമിക്കുട്ടി, വെൽക്കം. ആമി, ഞാൻ വരട്ടെ അങ്ങോട്ട്? അങ്കിളിനെ കാണാൻ കാത്തിരിക്കുമ്പോഴാണ് വരണമെന്ന് ചോദിക്കുന്നു. ഞാൻ വരാം. ആമി കാഴ്ചയിൽ കാണുന്ന പോലെ തന്നെ ആമി ഒരു പ്രിമച്വർ ബേബിയാണ്. 7ാം മാസത്തിൽ പെട്ടെന്ന് എടുക്കേണ്ടി വന്നിരുന്നു. ആദ്യത്തെ ഒരു വർഷം എനിക്ക് തോന്നുന്നു യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെ ആളെ ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 വർഷം അങ്ങനെ പോയി. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ TV ശ്രദ്ധിക്കുന്നുണ്ടോ ഒന്ന് നോക്കണം. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്ലവേഴ്സ് ചാനലിൽ ഈ ടോപ്പ് സിംഗർ എന്നുള്ള പ്രോഗ്രാം തുടങ്ങുകയും അങ്ങനെ കുട്ടികളുടെ പാട്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാട്ടിൽ കുറേശ്ശെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സീസൺ 1 അനന്യയായിരുന്നു അത് ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. അങ്ങനെ കുട്ടികളുടെ പാട്ട് ശ്രദ്ധിച്ച് പെട്ടെന്നാണ് ശ്രീയേട്ടൻ്റെ ഒരു സ്റ്റൈലിലേക്ക് എനിക്ക് തോന്നുന്നത് ശ്രദ്ധ ആകർഷിക്കപ്പെടുകയും പിന്നീട് അത് അവളെ സംബന്ധിച്ച് അവളൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം അവളുടെ ഒരു ഡെവലപ്മെന്റിൽ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. അവൾ ശ്രീയേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുന്നതിന് മാത്രം യൂട്യൂബ് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചു, ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് ഫോൺ കൈകാര്യം ചെയ്യാൻ പഠിച്ചു. അതൊക്കെ ഗൂഗിൾ മീൻസ് സൗണ്ട് എന്താ പറയുക വോയിസ് കമാൻഡിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് അവൾ സ്ട്രെയിൻ ചെയ്തു ശ്രീയേട്ടൻ്റെ പാട്ടുകൾ കാണാനും. അതായത് അവൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടുകൊണ്ട് മീൻസ് ശ്രീയേട്ടൻ്റെ ഫോട്ടോ ഉണ്ടാവില്ല ഏത് വീഡിയോയുടെയും ഫ്രണ്ടിൽ സംതങ്ങായിട്ട് നേരിട്ട് കാണുന്ന പോലെയാണ് TV കാണുന്നതും ഫോണിൽ കാണുന്നതും. അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ശ്രീയേട്ടനോട് അങ്കിളെ വിളിച്ച് സംസാരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ വീട്ടിൽ ഞങ്ങളുടെ ഷോക്കേസിൽ ശ്രീയേട്ടൻ്റെ ഫോട്ടോയുള്ള 2 കോഫി മഗ്ഗുകളുണ്ട്. ശ്രീയേട്ടൻ്റെ ഫോട്ടോ പ്രിന്റ് ചെയ്ത്. അപ്പോൾ രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ മഗ്ഗിനെ നോക്കിയിട്ട് അങ്കിളെ ടാറ്റ എന്ന് പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. വൈകുന്നേരം വരുമ്പോൾ ഹായ് അങ്കിളെ എന്ന് പറയണം, അത് മസ്റ്റാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആണ്. എന്ന് പറഞ്ഞാൽ അവളെ സംബന്ധിച്ച് അവൾ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഒരു ഫോട്ടോയോടെ അല്ല അല്ലെങ്കിൽ TV-യോടല്ല അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവളുടെ അങ്കിളിനോട് അവൾ നേരിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടാണ് ഇത്രയും കാലം. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ അത്രയും ഒരു വ്യത്യാസമൊക്കെ തോന്നിയിട്ടുണ്ടാവില്ല. അവൾ ഡെയിലി കാണുന്ന ഒരാളിനെ കാണുന്നു എന്നുള്ളതല്ലാതെ എനിക്കൊന്ന് അങ്ങനെയാണ് ഇപ്പം ഫീൽ ചെയ്തിട്ടുണ്ടാകാൻ തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം പറയുമ്പോൾ വീട്ടിൽ MG ശ്രീകുമാർ എന്ന ഗായകൻ പാടിയിട്ടുള്ള പാട്ടുകൾ മാത്രമേ ഞങ്ങൾക്ക് പാടാൻ അനുവാദമുള്ളൂ, കേൾക്കാനും അനുവാദമുള്ളൂ. അങ്ങനെ അത്ര ഇതായിട്ടാണ് അത് അവൾ ശ്രീയേട്ടനെ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം ശരിക്കും ഞാനിട്ട വാട്സപ്പിന് ശ്രീയേട്ടൻ റെസ്പോണ്ട് ചെയ്ത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഫ്ലവേഴ്സ് TV-യോട്, പ്രത്യേകിച്ച് ശ്രീകുമാരേട്ടനോട്. ഒരിക്കാലത്തും ഞങ്ങൾ മറക്കത്തില്ല. കാരണം അവളെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മൊമെന്റ് ആയിരിക്കും ഇത്. ഇതിനപ്പുറം ഇനി അവൾക്കൊന്നും കിട്ടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക്സ് അലോട്ട്. എനിക്കും വാക്കുകളൊന്നുമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രയും എൻ്റെ അച്ഛനും അമ്മ പോലും അല്ലേ സ്നേഹിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ പറയുക, നമുക്കെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാക്കണം. നന്ദിയല്ല മോളെ, അത് വേറൊന്നുമല്ല, അതൊരു ജന്മബന്ധമാണ് മോളെ, അല്ലാതെ വേറൊന്നുമല്ല. കഴിഞ്ഞ ജന്മം ഒരുപക്ഷെ എൻ്റെ മോളായിരുന്നിരിക്കും, ഈ ജന്മം എൻ്റെ മോള് തന്നെ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ മോളെ? പാട്ട് പാടുന്നുണ്ടോ മോള്? പാടോ? മിന്നി തേടുന്നതാരെ വരമോ ചാരേ നിന്നച്ചൻ. മിനുങ്ങും മിന്നമിനുങ്ങി മിന്നി തേടുന്നതാരെ വരമോ ചാരേ നിന്നച്ചൻ. പുതുകലവാൽ ഭക്ഷിയലോടി ചിറകുകളിൽ കിടകിലുകൾ തരിവളയേകി
ധാരേ വരുമോ ചാരേ നിന്നച്ഛൻ വരുമോ ചാരേ നിന്നച്ഛൻ ആഹാ അടിപൊളി, അടിപൊളി. സൂപ്പർ. അപ്പൊ ആമിക്കുട്ടിക്ക് വേണ്ടി ഞാൻ ഈ ഓണ ദിനത്തിൽ എന്തെങ്കിലും തരണ്ടേ? തരുന്നുണ്ടൊരു കാര്യം, പക്ഷെ ഒരു ചെറിയ പാട്ട്. ഇരുകിൽ പമ്പരം തിരിയും മാനസം അറിയാതം വിളി മയങ്ങുവാ. ചാഞ്ചകം ചാഞ്ചകം പനിനീർ ചന്ദ്രികേ ഈ പൂങ്കവിൽ കുളിരിൽ മെല്ലെ നീ തഴുകുവാ. ചാഞ്ചകം 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 ചാഞ്ചകം. മോക്ക് അങ്കിളിന്റെ വക ഒരു ചെറിയ ഓണ സമ്മാനം.